2018 ആണ്ട് കേരളം ഒട്ടാകെ ഒരു ദുരന്തം കണ്ട നിമിഷം. അന്ന് കേരളത്തിന് മൊത്തം ഒരു കൈത്താങ് സഹായമായിട്ട് എത്തിയതാണ് നമ്മുടെ ഓഫ് റോഡ് ജീപ്പേഴ്സ് കാര്യങ്ങളൊക്കെ. 2018 കഴിഞ്ഞ് 2019 2020 ഇതിനകത്തേക്ക് അവരെല്ലാം മറന്നു, പെറ്റി അടിച്ച് കൈ കൊടുക്കാൻ തുടങ്ങി. ഇന്നിത് 2024 എത്തി, മറ്റൊരു ദുരന്തമുഖത്തെ നമ്മൾ കേരളം കാണുകയാണ്. ആ സമയത്തും കഴിഞ്ഞതെല്ലാം മറന്ന് ഇറക്കാൻ പറ്റാത്ത വണ്ടികളെല്ലാം റൂട്ടിലേക്ക് ഇറങ്ങി അവർ നമ്മുടെ നാടിന് വേണ്ടി കൈത്താങ്ങായി ഒരുമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഓഫ് റോഡ് വണ്ടി ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. അവർക്കത് ഓടിച്ച് എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ടെറൈനിൽ കൂടെ അവർക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ സാധിക്കൂ. അപ്പം എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതുപോലെയുള്ള ടെറൈനുകളുടെ പല പ്രാവശ്യം ഓടിച്ചും അതുപോലെ തന്നെ ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്ത് തന്നെയാണ് ഇവർക്ക് ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ആ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി ഇവർ ഓരോ സ്ഥലത്തു കൂടെ മലയിൽക്കൂടെയും കാട്ടിക്കൂടെയും എല്ലാം പോകുമ്പോൾ ഈ സർക്കാർ തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ ശത്രു. പക്ഷേ 15 വണ്ടിയുടെ സ്ഥാനത്ത് 161 വണ്ടിയാണ് വയനാട് എത്തിയത്. ഓർക്കുക, ഒരു ദുരന്തം വരുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ള ഓഫ് റോഡ് ക്ലബ്ബുകാരെ നമ്മൾ ഓർക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും